അപ്പൊ ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ ആണ്. നിങ്ങൾ ഇപ്പോൾ ഒരു സ്ക്രീനിൽ കണ്ടില്ല ഒരു സ്പൈഡർ വെബ് ഷൂട്ടർ എന്നുള്ള ഒരു ട്രാൻസിഷൻ. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ വലിയ റിസ്ക് കാര്യങ്ങളൊന്നും ജസ്റ്റ് നമുക്ക് ക്യാപ്കട്ട് അല്ലെങ്കിൽ ഒരു VN അല്ലെങ്കിൽ ഒരു ഇൻഷോട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും പിന്നെ അത് എങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതും ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമ്മൾ കൂടുതലായി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പൊ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാം അതുപോലെ എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. അപ്പൊ ഗൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സ്പൈഡർമാൻ്റെ വെബ് ഷൂട്ടർ എങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് ലോങ് പോവാം. അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലോങ് പോയിട്ട് ജസ്റ്റ് നമ്മളെ ഈ ഒരു സ്പൈഡർമാൻ വല വീശുമ്പോൾ ഒരു ആക്ഷൻ ഉണ്ട്. ആ ആക്ഷൻ നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്യാമറയിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ അതാ ഫസ്റ്റ് ഷോട്ടാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ഷോട്ട്. പിന്നെ സെക്കൻഡ് ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യം എന്റെ വേറെ കയ്യിലൊരു ഫോൺ ഉണ്ട്. ഒരു മിനിറ്റ്, ഇത് എന്റെ ഒരു സെക്കൻഡ് ഫോൺ ആണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സെക്കൻഡ് ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ ഇപ്പൊ ആ ഒരു ഷോട്ട് ഇപ്പൊ ഫസ്റ്റ് ഷോട്ട് ഇപ്പൊ നിങ്ങൾ ആ ക്യാമറയിലേക്കാണ്. സെക്കൻഡ് ഷോട്ട് ജസ്റ്റ് ഇപ്പൊ ആ ഒരു വല ഇങ്ങനെ വീശിയിട്ട് പെട്ടെന്ന് സാധനം നമ്മളെ വീശുന്ന സാധനം നമ്മളെ പെട്ടെന്ന് നമുക്ക് സ്ക്രീനിലേക്ക് കാണിക്കുക. അപ്പൊ കൈക്ക് ഇങ്ങനെ വരുന്ന പോലെ. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേ. ഒരു മിനിറ്റ്, കൈ കാണുന്നുണ്ടോ? അപ്പൊ അതാ ഇതേപോലെ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അപ്പൊ തൊട്ട് സെക്കൻഡ് ഷോട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ സെൽഫി എടുക്കുക. സെൽഫി നമ്മൾ സാധാരണ നോർമൽ സെൽഫി ഫോട്ടോ എടുക്കുന്ന പോലെ ഇങ്ങനെ നിന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ദൂരം ഒരു സാധനം പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഇമ്പാക്ട് ഇങ്ങനെ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ജസ്റ്റ് ഫോൺ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തോട്ട് പിന്നെ ജസ്റ്റ് നിങ്ങൾ എന്താണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ബാക്കിയുള്ള ഒരു ഇതും കൂടി അവിടെ കൊടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് നമ്മളിങ്ങനെ വീശുന്നു, അത് ഫസ്റ്റ് ഷോട്ട്. സെക്കൻഡ് ഷോട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫോണിൽ നമ്മളിങ്ങനെ ഫ്രണ്ടിക്ക് സ്ക്രീനിൽ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതാണ് സെക്കൻഡ് ഷോട്ട്. അപ്പൊ ഇത്ര മാത്രം മതി നമുക്ക് ഈ ഒരു സ്പൈഡർമാൻ്റെ വെബ് ഷൂട്ടറിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി. കണ്ണിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇത്ര മാത്രം മതി. അപ്പൊ ഇനി ഈ രണ്ട് ക്ലിപ്പും വെച്ചിട്ട് നമ്മൾ ഇനി ആ ഒരു വെബ് ഷൂട്ടറിന്റെ ഒരു ട്രാൻസിഷൻ നമ്മളോട് മേക്ക് ചെയ്യാൻ പോകണം. അപ്പൊ ഇതിന് ക്യാപ്കട്ട് ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫോണിൽ ക്യാപ്കട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VN ഇൻഷോട്ടോ ഏത് എഡിറ്റ് ചെയ്യുന്ന ആപ്പ് വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇതിന്റെ എഡിറ്റിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണത് ഇനി നമ്മൾ രണ്ട് ഷൂട്ട് ചെയ്ത് രണ്ട് ക്ലിപ്പ് വെച്ചിട്ട് ഇനി ആ ഒരു മേക്കിംഗ് ചെയ്യണം ആ വെബ് ഷൂട്ടിങ്ങിന്റെ. അപ്പൊ അത് ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ ക്യാപ്കട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VN അല്ലെങ്കിൽ അലൈറ്റ് മോഷനോ അല്ലെങ്കിൽ ഇൻഷോട്ടോ ഏത് എഡിറ്റേഷൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ സാധാ ക്യാപ്കട്ട് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, പ്രോ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇതാ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് വീഡിയോ ആണിത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഷൂട്ട് ഇതാ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ആ ഒരു സ്ക്രീനിലേക്ക് ഇങ്ങനെ ആ ഒരു ആക്ഷൻ കാണിച്ചു. സെക്കൻഡ് ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സെൽഫി വീഡിയോ പോലെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഷെയ്ക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ആക്ഷൻ ഇടുക. അപ്പൊ ഇതാണ് സെക്കൻഡ് വീഡിയോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മളൊരു മേക്കിംഗ് ചെയ്യാൻ പോകുന്നത്, ഒരു ട്രാൻസിഷൻ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർലേ വീഡിയോ കാരം, ആ ഒരു സ്പൈഡർമാന്റെ ആ ഒരു വലയുടെ ഒരു ഓവർലേ വീഡിയോ കാരം. അപ്പൊ ഈ ഒരു വലയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരുപാട് മോഡൽ റീൽസിൽ നിങ്ങൾ കണ്ട ഓരോ ടൈപ്പ് വലകൾ. അപ്പൊ ഇതിൽ പലതും എഡിറ്റ് ചെയ്തിരിക്കുന്നത് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ ഒരുപാട് തപ്പി ഇതിന്റെ ഓവർലേ വീഡിയോ എവിടെയൊക്കെ കിട്ടുമോ നോക്കി. അപ്പൊ എനിക്ക് കുറെ തപ്പി എനിക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്കിപ്പോ കിട്ടിയതിൽ നല്ല ക്ലിയർ ഇല്ലതാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഇനി നിങ്ങൾക്ക് വേറെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഇടാം. അപ്പൊ നിങ്ങൾ അതിലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ജോയിൻ ചെയ്ത് നിന്നോളി. അപ്പൊ ഇതാ ഫസ്റ്റ് നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോവാണ് അടുത്തത്. അപ്പൊ ഞാൻ താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ആഡ് ഓവർലേ കൊടുത്തിട്ട് ആ ഒരു സ്പൈഡർമാന്റെ കണ്ടല്ലോ ഈ ഒരു വീഡിയോ ആണത്. അപ്പൊ ഇത് ആ ഒരു സ്പൈഡർമാന്റെ വലയുടെ ആ ഒരു ഓവർലേ വീഡിയോ ആണത്. അപ്പൊ ഇത് ഇതിലേക്ക് ഓവർലേ ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ സ്പ്ലൈസ് സെലക്ട് ചെയ്തിട്ട് ഫിൽട്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ബ്ലാക്ക് പോയിട്ട് ആ ഒരു വല മാത്രമായിട്ട് ആ വീഡിയോയിൽ കിട്ടും. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ ഒരു വല വരുന്നതിന്റെ സ്റ്റാർട്ടിങ് ഭാഗം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് പോർഷൻ എവിടെയെന്ന് നിങ്ങൾ കറക്റ്റ് ഈ ഒരു വൈറ്റ് ലൈൻ ഇങ്ങനെ കൊണ്ടുപോയിച്ചിട്ട് നോക്കിയിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ് പോർഷൻ അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഫസ്റ്റത്തെ പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നേരെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് പോർഷൻ നേരെ നമ്മുടെ കൈയിന്റെ റിയാക്ഷൻ എവിടെ വെച്ചാണ് കറക്റ്റ് അത് വരുന്നത് അവിടേക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷൻ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അതിന് സ്റ്റാർട്ടിങ്ങിന്റെ ലൈന് നമ്മളെ കൈയിന്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേ കണ്ടല്ലോ. എന്നിട്ട് ജസ്റ്റ് അതിന്റെ സൈസ് ഒന്ന് കൂട്ടിക്കിട്ട് കറക്റ്റ് നമ്മൾ വീഡിയോ ഒന്ന് പുറത്തേക്ക് വരുന്ന രീതിക്ക് അതിന്റെ സൈസ് നിങ്ങളൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് കണ്ടല്ലോ ആ ഒരു ആ ഒരു സ്പൈഡർമാന്റെ വല കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ആക്ഷൻ കാണിക്കുമ്പോൾ വരുന്ന രീതിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിന്റെ എൻഡിങ് ജസ്റ്റ് ഒന്ന് കുറച്ചെടുക്കുക നമ്മൾ ഫസ്റ്റ് വീഡിയോന്റെ എൻഡിങ് അനുസരിച്ചിട്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒന്നാമത്തെ വീഡിയോന്റെ ലാസ്റ്റിൽ നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. പിന്നെ ആ കീ ഫ്രെയിമിൽ കുറച്ചിങ്ങോട്ട് ഫ്രണ്ടിക്ക് വന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് അതിൽ ആദ്യം കൊടുത്ത കീ ഫ്രെയിമിക്ക് നിങ്ങൾ ആ വീഡിയോ കൊണ്ടുപോയി ആ വൈറ്റ് ലൈൻ കൊണ്ടുപോയിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന്
ഫേസിലേക്കോ അല്ലെങ്കിൽ എവിടേക്കിലേക്കോ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. അത് കാരണം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ ഷെയ്ക്കിങ് കൊടുത്തപ്പോൾ നമുക്ക് അവിടേക്ക് ചെറിയൊരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയിട്ടോ. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നോക്കേ, കണ്ടല്ലോ. അപ്പൊ കറക്റ്റ് വല വീഴ്ച വന്നിട്ടുള്ള ഒരു ഇത് നമുക്ക് ഇവിടെ കിട്ടിയില്ല. കീ ഫ്രെയിം കൂടി വെച്ചാലോ നമുക്ക് അതിന്റെ ഒരു എന്താ പറയുക ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് അത് സ്പൈഡർമാന്റെ ആ ഒരു വെബ് ഷൂട്ടിങ്ങിന്റെ ഒരു ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഒരു സ്പൈഡർമാന്റെ ഒരു വെബ് ഷൂട്ടർ എങ്ങനെ മേക്ക് ചെയ്യാന്ന്, അതുപോലെ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കാന്ന് ഈ ഒരു വീഡിയോ കൂടെ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കും. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഇവിടെ ലൈക്ക് ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പൊ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.